കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണു കൊണിതാതൃതാനനേന്തോ മമ വാചി വിജൃംഭതാം മുരാരേർമധുരിം ന കണികാപി കാപി കാപി. ശ്രീകൃഷ്ണായ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ 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 നാരായണ. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിൽ 23 ശ്ലോകങ്ങളെ നമ്മൾ പിന്നിട്ടു. കുന്തിദേവി ഭഗവാനെ സ്തുതിക്കുന്ന സന്ദർഭമാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ 23-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പല പല ആപത്തുകളിൽ നിന്നും തന്നെ രക്ഷിച്ചു. തൻ്റെ സ്വന്തം അമ്മയായ ദേവകിയെ രക്ഷിച്ചു. അതുപോലെ അല്ലെങ്കിൽ അതിൽ കവിഞ്ഞ ഒരു കൃപയോട് കൂടിയിട്ട് മക്കളോടൊപ്പം എന്നെയും രക്ഷിച്ചു. നിരവധി മുഹുർവിപദ്ഗണാത്, നിരവധി ആപത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിൽ. ഇനി എന്തൊക്കെയാണ് ആ ആപത്തുകൾ എന്ന് ചില കാര്യങ്ങൾ എടുത്തു പറയുകയാണ് കുന്തിദേവി. സ്മരിക്കുക, ഭഗവാൻ നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ, ഭഗവാൻ നമ്മളോട് കാണിച്ച കാരുണ്യത്തെ സ്മരിക്കുന്നത് ഭഗവാനോടുള്ള നമ്മുടെ ആ പ്രേമത്തെ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും, ഭക്തി വർദ്ധിക്കാൻ ഇടയാക്കും. അതാണ് കുന്തിദേവി ചെയ്യുന്നത്. വിഷാൻ മഹാഗ്നേ പുരുഷാദർശനാദസത്സഭായ വനവാസകൃച്ഛ്രത മൃധേ മൃധേനേകമഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേഭിരക്ഷിതാഃ. വിഷാദ് മഹാഗ്നേഃ പുരുഷാദദർശനാത് അസത്സഭായാഃ വനവാസകൃച്ഛ്രതഃ മൃധേ മൃധേ അനേകമഹാരഥാസ്ത്രതഃ ദ്രൗണ്യസ്ത്രതഃ ച ഹേ ഹരേ അഭിരക്ഷിതാഃ ആസ്മ. അപ്പൊ ആദ്യത്തെ അനുഭവം പറയുന്നു. ഓരോ പദത്തിൽ ഓരോ അനുഭവം പറയുകയാണ്. വിഷാദ് എന്ന് വെച്ചാൽ വിഷാദ് അഭിരക്ഷിതാഹ ആസ്മ, വിഷത്തിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഏറ്റവും നല്ല രീതിയിൽ രക്ഷിക്കപ്പെട്ടു. പാണ്ഡവന്മാരെ ഏറ്റവും പ്രബലനായിട്ടുള്ള ശക്തി കൊണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആരാണ്? ഭീമസേനനാണ്. ആ ഭീമസേനനെ വകവരുത്തി കഴിഞ്ഞാൽ പാണ്ഡവന്മാരുടെ ശല്യം ഈ ഉണ്ടാവുകയില്ല. പാണ്ഡവന്മാരെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാജ്യം എനിക്ക് നിഷ്കണ്ടകമായിട്ട് കൈവരും എന്ന് വിചാരിച്ച ദുര്യോധനൻ ചെറിയ പ്രായത്തിലാണ് കേട്ടോ. ചെറിയ പ്രായത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് പാണ്ഡവന്മാരെയും എല്ലാവരെയും വിളിച്ചു. കർണാദി സുഹൃത്തുക്കളെ വിളിച്ചു, സ്വന്തം സഹോദരന്മാരെ വിളിച്ചു. ധൃതരാഷ്ട്രോട് പ്രത്യേകം പറഞ്ഞിട്ട് ഗംഗാനദിയുടെ തീരത്ത് മനോഹരമായ ഒരു പാർക്ക് ഉണ്ടാക്കി. ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്ക്, പലതരത്തിലുള്ള ഉദ്യാനങ്ങൾ, കൃത്രിമമായിട്ടുള്ള നിരവധി ഇരിപ്പിടങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് അവിടെ അങ്ങനെ ഒരുക്കി വെച്ചിട്ട് അവിടെ ചെന്നിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്, അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ദുര്യോധന വളരെ പ്രേമം നടിച്ചുകൊണ്ട്, സ്നേഹം നടിച്ചുകൊണ്ട് പ്രകോദരന്, ഭീമസേനന് ഭക്ഷണം ഉരുട്ടി വായിലിട്ട് കൊടുക്കേണ്ട. ഭീമ ഇതാ കഴിച്ചോളൂ, എൻ്റെ കൈകൊണ്ട് ഞാൻ തരാം. ഭീമൻ അത് വിശ്വസിച്ച് സ്നേഹം കൊണ്ട് തരുന്നതാണ് കരുതിയിട്ട് എല്ലാം കഴിച്ചു. പക്ഷെ അതിൽ ഘോരമായ കാളകൂടെ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു. ഭീമന്റെ ആ ജന്മനാ ഉള്ള അദ്ദേഹത്തിന് ദൈവിക ശക്തി കൊണ്ട്, വായുഭഗവാന്റെ മകനായതുകൊണ്ട് അദ്ദേഹത്തിന് മരണം സംഭവിച്ചില്ല. ബോധം കെട്ട് ഉറങ്ങിയതുപോലെ ആയപ്പോൾ കർണനെയും മറ്റും സഹായത്തിന് വിളിച്ചു. കർണനും ദുര്യോധനും മറ്റും ചേർന്ന് കാട്ടുവള്ളികളെ കൊണ്ട് ഭീമനെ പിടിച്ച് കെട്ടി, കല്ല് ഒക്കെ കെട്ട് ഭാരമുള്ള വസ്തുക്കളൊക്കെ വെച്ച് കെട്ടിയിട്ട് അദ്ദേഹത്തെ ഗംഗാനദിയിൽ എറിയുകയായിരുന്നു. അവിടുന്ന് താഴ്ന്നു പോയി അദ്ദേഹം നാഗലോകത്തിൽ എത്തിച്ചേർന്നു. വാസുകി പ്രമുഖന്മാരായിട്ട് നാഗങ്ങളാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. അദ്ദേഹത്തിന് ആ വിഷബാധ അതുകൊണ്ട് ഏറ്റില്ല. ആ നാഗലോകത്തുണ്ടായിരുന്ന 8 വലിയ കുടങ്ങളിൽ, വലിയ ഭരണികളിൽ സൂക്ഷിച്ചിരുന്ന ദിവ്യമായ ഔഷധത്തെ അദ്ദേഹം സേവിക്കുകയും ചെയ്തു. രസായനം സേവിച്ച് 10,000 ആനയുടെ ശക്തിയുള്ളവനായിട്ട് മാറിയിട്ടാണ് തിരിച്ചു വന്നത്. അങ്ങനെ വന്നത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ അനുഗ്രഹമാണ്. വാസുകിയാണ് എന്ന് വെച്ചാൽ ആ വാസുകി ആരാണ്? സർപ്പാനാമസ്മി വാസുകി, സർപ്പങ്ങളിൽ ഞാൻ വാസുകിയാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്.
ആ വാസുകിയും ഭഗവാന്റെ വിഭൂതിയാണ്, ഭഗവാന്റെ ചൈതന്യമാണ്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഭീമസേനന് ഈ സംരക്ഷണ കവചം അവിടെ ഒരുക്കിയത്. അങ്ങനെ ഒരു തവണയല്ല, പിന്നീട് വീണ്ടും ഭീമന് വിഷം കൊടുത്തു. അത് വിഷമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭീമൻ അത് കുടിക്കുകയും ചെയ്തു. കാരണം എന്താണ്? തനിക്കിനി വിഷം ഏൽക്കുകയില്ല എന്ന് നാഗങ്ങളുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് കുടിക്കാം. എങ്കിലും ഭീമനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിരവധി തവണ വിഷം കലർത്തിയ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായ ആളുകളാണ് ദുര്യോധനാദികൾ. അപ്പോഴൊക്കെ രക്ഷിച്ചത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. മഹാഗ്നേഹേ, മഹാഗ്നി, അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത് എപ്പോഴാണ്? അത് വാരണാവതം എന്ന് പറയുന്ന നാട്ടിൽ പുതുതായി ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചു എന്ന് പറഞ്ഞ് അവർക്ക് സുഖ സൗകര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ദുര്യോധനാദികൾ ധൃതരാഷ്ട്രമൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ച് അങ്ങോട്ട് അവരെ താമസിപ്പിക്കുകയും ആ കൊട്ടാരം അരക്ക് കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു. പെട്ടെന്ന് തീപിടിക്കുന്ന അരക്ക്, പഞ്ഞി, തുണി മുതലായിട്ട കാര്യങ്ങൾ ചേർത്ത് വെച്ചത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ഉള്ളിൽ പുറത്ത് നല്ല പെയിൻ്റ് അടിച്ച ഭംഗിയായിട്ടുള്ള കൊട്ടാരമാണെങ്കിലും ഉള്ളിൽ പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കളാണ് അതിൽ ചേർത്തിട്ടുള്ളത്. അതാര് പറഞ്ഞു കൊടുത്തു? അത് വിതുരർ അദ്ദേഹം കോഡ് ഭാഷയിൽ, രഹസ്യമായ ഭാഷയിൽ, രഹസ്യമായ രീതിയിൽ ആണ് അദ്ദേഹം പറഞ്ഞത്. മ്ലേച്ഛ ഭാഷയിലാണ് പറഞ്ഞത്, അത് പ്രത്യേക കോഡ് ഭാഷയിലാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഈ ഗൃഹത്തിന് വലിയ അപകടമുണ്ട് എന്ന് മനസ്സിലാവുകയും അവിടുന്ന് രക്ഷപ്പെടാൻ പാണ്ഡവന്മാർക്ക് സാധിച്ചതും അതുകൊണ്ടാണ്. അങ്ങനെ രക്ഷപ്പെടുത്തിയ വിതുരരും മറ്റാരുമല്ല, ഭഗവാന്റെ തന്നെ ആളാണ്. ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ സാക്ഷാൽ യമധർമ്മൻ്റെ മനുഷ്യാവതാരമാണ് ആ വിതുരർ. അങ്ങനെ നോക്കിയാലും ആ ഭഗവാൻ തന്നെയാണ് രക്ഷിച്ചത് എന്നാണ് കുന്തി വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ആ വിതുരർക്ക് ഇങ്ങനെ ഒരു കാര്യം അറിയേണ്ട കാര്യമില്ല, അറിഞ്ഞത് തന്നെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കണമെന്നില്ല. ഇതെല്ലാം ഭഗവാന്റെ നിശ്ചയമാണ് എന്ന് കരുതേണ്ടതാണ്. പുരുഷാദ ദർശനാത്, പുരുഷാദൻ എന്ന് വെച്ചാൽ പുരുഷാൻ അത്തി ഇതി പുരുഷാദ, പുരുഷന്മാർ, മനുഷ്യരെ ഭക്ഷിക്കുന്നവർ ആരാണ്? രാക്ഷസന്മാരാണ്. അവർ പിശിതാശനന്മാരാണ്. പച്ചമാംസം, മനുഷ്യന്റെ പച്ചമാംസവും രക്തവും ഭക്ഷിക്കുന്നവരായ രാക്ഷസന്മാരുടെ ദർശനം, അവരുടെ നോട്ടം കൊണ്ട് തന്നെ പേടിച്ച് നമ്മൾ മരിച്ചു പോകും. അങ്ങനെയുള്ള അതിഘോരന്മാരായിട്ടുള്ള രാക്ഷസന്മാരുടെ ദർശനത്തിൽ നിന്നും ഭഗവാൻ രക്ഷിച്ചു. ആരൊക്കെയാണ്? ബകൻ എന്ന് പറയുന്ന രാക്ഷസൻ, ഹിഡംബൻ എന്ന് പറയുന്ന മറ്റൊരു രാക്ഷസൻ. എല്ലാം ഈ അരക്കല്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്ന സന്ദർഭങ്ങളിലാണ് ഈ ബകനെ നേരിടേണ്ടി വന്നത്, ഹിഡംബനെ നേരിടേണ്ടി വന്നത്, കിർമീരനെ നേരിടേണ്ടി വന്നത് കാട്ടിൽ വെച്ചാണ്. ഇങ്ങനെ ബക, കിർമീര, ഹിഡിംബാദി രാക്ഷസന്മാരിൽ നിന്നും രക്ഷപ്പെട്ടത് ഭീമന്റെ ബലം കൊണ്ട് മാത്രമല്ല, ആ ഭീമന് ബലം കൊടുത്തത് ആരാണ്? ശക്തി കൊടുത്തത് ഭഗവാനാണ്. ഭഗവാൻ ദുഷ്ടനിഗ്രഹം ചെയ്യാൻ വേണ്ടിയിട്ട് ഭീമനെയും അർജുനനെയും ബലരാമനെയും ഒക്കെ തന്നെ പരോക്ഷമായിട്ട് അദ്ദേഹം നിയോഗിക്കുന്നുണ്ടായിരുന്നു. അത് ഭാഗവതം പറയുന്നുണ്ട്. ബലപാർത്ഥ ഭീമ വ്യാജാഹ്വയേന, വ്യാജനാമത്തിലൂടെ ബലരാമനെന്നും അർജുനനെന്നും ഭീമനെന്നുമുള്ള വ്യാജനാമത്തിൽ ഭഗവാൻ തന്നെയാണ് ഈ ദുഷ്ടാത്മകളെ കൊന്നൊടുക്കിയത് എന്ന് ഭാഗവതത്തിൽ വേറൊരിടത്ത് ബ്രഹ്മാവ് പറയുന്നുണ്ട്. അപ്പം അതും ഭഗവാന്റെ കാരുണ്യമാണ്. നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള രക്ഷണങ്ങളും ഭഗവാൻ ചെയ്തതാണ് എന്ന് നമുക്ക് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ആലോചിച്ചാൽ കിട്ടും. കാരണം അവിടെ വരുന്ന യാദൃച്ഛികത, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായഹസ്തവുമായിട്ട് ചില ആളുകൾ ഒരു കാരണവുമില്ലാതെ അതിന് ഒരു യുക്തിയും കണ്ടെത്താൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഓടി വന്ന ഒരാൾ നമ്മളെ സഹായിക്കുകയാണ് വലിയ ആപത്തിൽപ്പെട്ട സമയത്ത്. പ്രതീക്ഷിക്കുന്ന ആളല്ല, പരിചയമുള്ള ആളുമല്ല, വളരെ യാദൃച്ഛികമായിട്ട് ഉള്ള സഹായഹസ്തങ്ങൾ നമ്മളെ തേടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് കരുതാൻ നമുക്ക് ശുദ്ധമായ ഭക്തി മാത്രം ഉണ്ടായാൽ മതി. അതാണ് കുന്തിദേവി ഇവിടെ കാണിക്കുന്നത്. പിന്നീട് കുന്തിദേവി പറഞ്ഞു, അസത്സഭായാഹ, അസജ്ജനങ്ങൾ, ദുഷ്ടന്മാരായ ആളുകൾ നിറഞ്ഞ സഭയിൽ നിന്ന് എൻ്റെ മക്കളെ രക്ഷിച്ചു. അതെപ്പോഴാണ്? ചൂതുകളിയുടെ സന്ദർഭത്തിലാണ്. കള്ളച്ചൂത് കളിച്ച് പാണ്ഡവന്മാരുടെ രാജ്യവും സമ്പത്തും പാണ്ഡവന്മാരെ തന്നെയും ദാസന്മാരാക്കി മാറ്റിയ സന്ദർഭത്തിൽ പാണ്ഡവപത്നിയായ പാഞ്ചാലിയുടെ രാജസൂയ യാഗം ചെയ്ത് യാഗാഭിഷേകത്തിൻ്റെ അഭിഷേക തീർത്ഥം മുടിയിൽ നെറ്റി വീഴുന്ന സമയത്ത് എന്നുകൂടി ഭാഗവതം മറ്റൊരിടത്ത് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പട്ടമഹിഷിയായിട്ട് ലോകത്തിൻ്റെ ചക്രവർത്തിയായിട്ട് അഭിഷിക്തനായിരിക്കുന്ന രാജാവിൻ്റെ പത്നിയായിട്ടുള്ള രാജമഹിഷിയായ പാഞ്ചാലിയെ കള്ളച്ചൂതിൽ ദാസിയാക്കി മാറ്റി മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുവന്ന്
സഭയിൽ നിർത്തുകയും ഏകവസ്ത്രയായ പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ചെടുക്കാൻ വേണ്ടി ദുശാസനൻ ശ്രമിച്ചു. ദുര്യോധനൻ അത് കണ്ട് അട്ടഹസിച്ച് ചിരിച്ചു. കർണനാണ് അതിന് ആജ്ഞ കൊടുത്തത്. ഇവരൊക്കെ തന്നെ ദുഷ്ടാത്മാക്കളാണ്. ഭീഷ്മരും ദ്രോണരും കൃപരും ധൃതരാഷ്ട്രരും അടങ്ങുന്ന ആ സഭാവാസികൾ, വികർണനടക്കമുള്ള സഭാവാസികൾ അത് കണ്ടിട്ടും അവരവിടെ ചില വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. പാഞ്ചാലി ദാസിയാണോ? ആദ്യം ഭർത്താവ് ദാസനായി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ പണയം വെക്കാൻ പറ്റുമോ? അപ്പോൾ പാഞ്ചാലിക്ക് ദാസ്യം വന്നിട്ടുണ്ടോ ഇല്ലയോ? ഇങ്ങനെയുള്ള വ്യർത്ഥമായ വാദങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതല്ലാതെ ഒരു സ്ത്രീ അപമാനിക്കപ്പെടുന്ന സമയത്ത് സ്ത്രീയെ അവഹേളിക്കുന്നത് എല്ലാറ്റിലും വെച്ച് ഏറ്റവും വലിയ കൊടിയ അധർമ്മമാണ് എന്ന് പറഞ്ഞ് തടയാൻ അവിടെ ഒരു കൗരവ സേനാനി ഉണ്ടായില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അസത്സഭയാണ്, അസജ്ജനങ്ങളുടെ സഭയായിരുന്നു. അവിടെ നിന്ന് പാണ്ഡവരെ രക്ഷിച്ചു. പാണ്ഡവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആര് വന്നു? സാക്ഷാൽ ഭഗവാൻ തന്നെ വരേണ്ടി വന്നു. അവിടെ പാഞ്ചാലി ദേവി ഉറക്കെ ഭഗവാന്റെ പേരാണ് വിളിച്ചു പറഞ്ഞത്. ഗോവിന്ദ ദ്വാരകാവാസിൻ കൃഷ്ണ ഗോപീജനപ്രിയ കൗരവൈഹി പരിഭൂതാം മാം കിം ന ജാനാസി കേശവ. ഹേ ദ്വാരകാവാസിൻ, ഹേ ഗോപീജനപ്രിയ, ഗോപീജനങ്ങളുടെ പ്രിയനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, കൗരവന്മാരുടെ മുന്നിൽ പരാജയപ്പെട്ടു പോകുന്ന, സർവ്വതും നഷ്ടപ്പെട്ടു പോകുന്ന എന്നെ, ഹേ കേശവ കിം ന ജാനാസി, അങ്ങ് എന്നെ അറിയുന്നില്ലേ? ഞാൻ കഷ്ടപ്പെടുന്ന കാര്യം അങ്ങ് അറിയുന്നില്ലേ എന്നുള്ള ആ പാഞ്ചാലിയുടെ ദീനമായ പ്രരോദനം, ദീനമായ ആ വിളി അത് ഭഗവാൻ കേട്ടു. ഹേ നാഥ, ഹേ രമാനാഥ, വ്രജനാഥ അർത്തിനാശന കൗരവർണവമഗ്നാം മാം ഉദ്ധരസ്വജനാർദ്ദന. ഈ ഭഗവാനെ വിളിച്ച ഈ വിളി ഇത് പണ്ട് ഗോപീജനങ്ങളെ വിളിച്ചതാണ്. ഭഗവാന്റെ അസഹ്യമായ വിരഹം കൊണ്ട് സ്വയം തപ്തകളായിട്ട് മാറിയ ആ ഗോപികമാർ വൃന്ദാവനത്തിൽ വെച്ച് ഭഗവാനെ എന്നും വിളിച്ചിരുന്നത് ഇതായിരുന്നു. ഉദ്ധവർ അതിന് സാക്ഷിയാണ്. ഉദ്ധവർ വൃന്ദാവനം സന്ദർശിച്ച സമയത്ത് ഭഗവാനെക്കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞ ഒടുവിൽ ഭഗവാനെ കാണാനുള്ള അദമ്യമായ ആഗ്രഹത്തോട് കൂടിയിട്ട് ദുഃഖിതകളായിട്ട് ആ ഗോപസ്ത്രീകൾ വിളിച്ച അവർ വിളിച്ച് കരഞ്ഞതായ ആ ഒരു വിലാപമാണ് ഇവിടെ പാഞ്ചാലിയും ആവർത്തിക്കുന്നത്. ഹേ നാഥ, ഹേ രമാനാഥ, വ്രജനാഥ അർത്തിനാശന കൗരവർണവമഗ്നാം ഉദ്ധരസ്വജനാർദ്ദന. അല്ലയോ രമാനാഥ, വൈകുണ്ഠമൂർത്തിയായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, വ്രജനാഥനായിരിക്കുന്ന അമ്പാടിയുടെ വൃന്ദാവനത്തിൻ്റെ നാഥനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, കൗരവന്മാരാകുന്ന സമുദ്രത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ അങ്ങ് ഉദ്ധരിക്കുകയില്ലേ, ഉയർത്തുകയില്ലേ എന്ന് ആ പാഞ്ചാലി പറഞ്ഞ സമയത്ത് ആദ്യം ഒന്ന് സംശയിച്ചിട്ടുണ്ടായിരിക്കാം ഭഗവാൻ. പക്ഷെ ഈ ഗോപികമാരുടെ ആ ഒരു വിലാപം തന്നെ, ഗോപികമാരുടെ അതേ നാമസങ്കീർത്തനം തന്നെ പാഞ്ചാലി ദേവി അവിടെ ആവർത്തിച്ചപ്പോൾ ഭഗവാനെ വരാതിരിക്കാൻ സാധിച്ചില്ല. യാജ്ഞസേന്യ വചശ്രുത്വാ കൃഷ്ണോ ഗഹ്വരതോ ഭവൽ എന്ന് വ്യാസൻ അവിടെ പറയുന്നു മഹാഭാരതത്തിൽ. യാജ്ഞസേനിയായ പാഞ്ചാലിയുടെ ഈ കരച്ചിൽ കേട്ടിട്ട്, ആ വാക്കുകൾ കേട്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് ഗദ്ഗതമുണ്ടായി. വാക്കുകൾ പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള ഒരു ദുഃഖാതിരകം ഭഗവാനിൽ ഉണ്ടായി. ഗഹ്വരതം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും മഹാഭാരതത്തെ വ്യാഖ്യാനിച്ച നീലകണ്ഠാചാര്യൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഗഹ്വരിത കരുണാതിശയ ഗദ്ഗത കണ്ഠ എന്ന് തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ ഒരു പ്രത്യേക അർത്ഥം തന്നെ അവിടെ എടുക്കണം. അതിശയകരമായ കാരുണ്യം കൊണ്ട് ഭഗവാന്റെ തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടായി. അത്രയധികം ദുഃഖം, ഭക്തന്റെ ദുഃഖം തൻ്റെ ദുഃഖമായിട്ട് ഭഗവാന് തോന്നി. അതുകൊണ്ടാണ് ഭഗവാൻ മറ്റു പലതരത്തിലുള്ള തിരക്കുകളിൽപ്പെട്ടിരിക്കുകയായിരുന്നു. ദ്വാരക ആക്രമിക്കപ്പെട്ട സന്ദർഭമായിരുന്നു. സാല്വന്റെ ആക്രമണത്തിൽപ്പെട്ട് അതിനെ പ്രതിരോധിക്കുന്ന തിരക്കിനിടയിലും ഭഗവാൻ എന്തു ചെയ്തു? അവിടെ തതസ്തു ധർമ്മോന്തരിതോ മഹാത്മാ സമാവരണോദ്വൈ വിവിധൈ സുവസ്ത്രൈ. തതസ്തു ധർമ്മ മഹാത്മാ, ഭഗവാൻ ആയിരിക്കുന്ന ധർമ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ, മഹാത്മാവായിരിക്കുന്ന ഭഗവാൻ. അന്തരിത, എന്താണ് അന്തരിത എന്ന് വെച്ചാൽ ധർമ്മ ഏവ അന്തരം വസ്ത്രം തദ് ഭാവം ഗതവാൻ. ധർമ്മസ്വരൂപനായ ഭഗവാൻ ധർമ്മം രക്ഷിക്കുന്നിടത്ത് വന്നു ചേരും. ഭഗവാൻ ധർമ്മസ്വരൂപനാണ്. ധർമ്മം പാലിക്കുന്നവരെ, ധർമ്മം ചെയ്യുന്നവരെ അതാത് സന്ദർഭങ്ങളിൽ വന്ന് രക്ഷിക്കണമെങ്കിൽ ഭഗവാൻ ധർമ്മത്തിൻ്റെ രൂപം തന്നെ ധരിച്ചു വരും. ധർമ്മം ഒരു അമൂർത്തമായ ഒരു വസ്തുവാണ്. പക്ഷെ അവിടെ ആ ധർമ്മം ഭഗവാൻ എന്ത് ചെയ്തു? അന്തരിതനായി വസ്ത്രത്തിനകത്ത് ഭഗവാൻ ആവേശിച്ച്
അന്തരം വസ്ത്രം തത് ഭാവം ഗതവാൻ, വസ്ത്രഭാവത്തിൽ ഭഗവാൻ അവതരിക്കുകയായിരുന്നു. പാഞ്ചാലിയുടെ വസ്ത്രമായിട്ട് ഭഗവാൻ തന്നെ തീർന്നു. അതുകൊണ്ട് ആ വസ്ത്രത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതാണ് സമാവൃണോദ്വൈ വിവിധൈഹി സ്വവസ്ത്രൈഹി. പാഞ്ചാലി ഒരു നിറമുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നതെങ്കിൽ ദുശാസനം വലിക്കും തോറും അവിടെ കാണപ്പെട്ടത് വിവിധ വർണ്ണങ്ങളിലുള്ള, വിവിധ തരത്തിലുള്ള, വിവിധമായ വള്ളികളും പുള്ളികളുമുള്ള അനേക തരത്തിലുള്ള വസ്ത്രങ്ങൾ അഴിക്കുന്തോറും വീണ്ടും 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 അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഭഗവാൻ അനന്തമായ ഒരു വസ്ത്രാവതാരം, പാഞ്ചാലി വസ്ത്രാവതാരം, പാഞ്ചാലിയുടെ ഉടുതുണിയായിട്ട് ഭഗവാൻ അവതരിച്ച്. കാരണം ഭഗവാൻ ധർമ്മമാണ്, ധർമ്മസ്വരൂപനാണ്. യഥോ ധർമ്മ തഥ കൃഷ്ണ. എവിടെ ധർമ്മമുണ്ടോ അവിടെ കൃഷ്ണനുണ്ട്. പാഞ്ചാലി ധർമ്മം അനുഷ്ഠിച്ചവളാണ്. പാഞ്ചാലിയുടെ വസ്ത്രം ധർമ്മത്തിലൂടെ നേടിയതുമാണ്. അതുകൊണ്ടാണ് ആ വസ്ത്രത്തിൽ ഒരു തീണ്ടാരിയായ പെണ്ണിൻ്റെ വസ്ത്രമാണ്, ഏകവസ്ത്രമാണെങ്കിൽ പോലും ആ വസ്ത്രത്തിലാണ് ഭഗവാൻ ആവേശിച്ചത്. ഭഗവാൻ അതിൻ്റെ സ്വരൂപത്തിലാണ് അവിടെ അവതരിച്ചത്. അപ്പോൾ ഭഗവാൻ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലും പ്രവർത്തിക്കും. അതാത് സന്ദർഭങ്ങളിൽ അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള രൂപം ധരിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ എത്തിച്ചേരും എന്ന് കാണിച്ചുകൊണ്ട് ഭഗവാൻ അസത്സഭായാഹ, ആ അസജ്ജനങ്ങളുടെ സഭയിൽ വന്ന് പാഞ്ചാലി ദേവിയുടെ അഭിമാനം രക്ഷിച്ചു, പാണ്ഡവന്മാരുടെ അഭിമാനം രക്ഷിച്ചു. ഇത് ഭഗവാന്റെ മറ്റൊരു കാരുണ്യമാണ്. പിന്നെയോ വനവാസകൃച്ഛ്രത, വനവാസം ചെയ്യുന്ന സമയത്ത് ചൂതിന് ശേഷം 12 വർഷം കാട്ടിൽ കഴിഞ്ഞ സമയത്ത് പലതരം കഷ്ടപ്പാടുകളുണ്ടായി. അവിടെ വെച്ചാണ് ഈ കിർമീരൻ എന്ന് പറയുന്ന രാക്ഷസൻ ആക്രമിച്ചത്. കിർമീരനെ ആയിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു, കൊല്ലേണ്ടി വന്നു. പലതരത്തിൽ ഭീമനെ അതിഘോരനായ സർപ്പം പിടിക്കുകയുണ്ടായി. നഹുഷനായിരുന്നു ആ സർപ്പം. ഭീമൻ ചേഷ്ടയറ്റവനായി പോയി, ബോധം കെട്ടുപോവുകയാണ്. വിഷജലം കഴിച്ച് മരിക്കേണ്ടി വരുന്നുണ്ട് പാണ്ഡവന്മാർക്ക്. അതുപോലെ ജയദ്രഥൻ എന്ന് പറയുന്ന ദുശ്ശളയുടെ ഭർത്താവ് വന്ന് പാഞ്ചാലിയെ അപഹരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വലിയ ദുഃഖമുണ്ടായി. കാരണം സ്വന്തം സഹോദരി ഭർത്താവാണ് പാഞ്ചാലിയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. പലതവണ അപമാനിക്കപ്പെട്ട പാണ്ഡവന്മാർക്ക് കാട്ടിൽ പോലും ഒരു തരത്തിലും സ്വൈര്യം കൊടുത്തിട്ടില്ല. പല രീതിയിൽ ദുഃഖങ്ങൾ അനുഭവിച്ചു. അതുപോലെ ദുർവാസ അവനെ പറഞ്ഞയച്ചു. ശാപം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അനുഗ്രഹിച്ചതുപോലെ തൻ്റെ സഹോദരങ്ങളായ പാണ്ഡവന്മാരെയും അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ദുർവാസാവിനെ അദ്ദേഹം കാട്ടിലേക്ക് അയച്ചു. ദുര്യോധനൻ ദുർവാസാവ് വന്ന സമയത്ത് അവിടെ ബ്രാഹ്മണർക്കും എല്ലാ അതിഥികൾക്കും ആഹാരം കൊടുത്ത ശേഷം പാഞ്ചാലിയും ഭക്ഷണം കഴിച്ചത് കൊണ്ട് അക്ഷയപാത്രത്തിൽ ഒന്നും അവശേഷിച്ചിട്ടില്ലായിരുന്നു. അത് അക്ഷയപാത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഭക്ഷണം ഉണ്ടാവുകയില്ല, പിന്നെ പിറ്റേ ദിവസം ഉണ്ടാവുള്ളൂ. കഴുകി വെച്ചതാണ്. അപ്പോഴാണ് ദുർവാസാവും 14 ശിഷ്യന്മാരും വരുന്നതും യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹത്തെ കാര്യം അറിയാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നത്. ആ കാര്യം അറിഞ്ഞ സമയത്ത് പാഞ്ചാലിക്ക് വേറെ രക്ഷയില്ല. കാരണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ട് കൊടുക്കാതിരുന്നാൽ ആ ദുർവാസാവ് തൻ്റെ കുലത്തെ ശപിച്ച് ഭസ്മമാക്കി തീർക്കും. അത്രയും ഉഗ്രകോപനായിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ആ ദുർവാസാവിൻ്റെ ശാപത്തെ ഭയന്ന് ആ സമയത്തും ശ്രീകൃഷ്ണ ഭഗവാനെയാണ് പാഞ്ചാലി വിളിച്ചത്. വേറെ രക്ഷയൊന്നുമില്ല. ദുഃഖത്തിൽ ഏത് കഷ്ടകാലം വരുമ്പോഴും നമ്മൾ വിളിക്കേണ്ടത് ഭഗവാനെയാണ് എന്ന് പാഞ്ചാലി കാണിച്ചു. അപ്പോഴതാ ഭഗവാൻ അതിവേഗം ഓടി വരുന്നതായിട്ടാണ് കാണുകയാണ്. ദിവ്യപുരുഷനാണ് ഭഗവാൻ. ഭഗവാൻ യോഗേശ്വരനാണ്. എല്ലാ യോഗശക്തികളും ഭഗവാനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഭഗവാന് പരഹൃദയജ്ഞാനമുണ്ട്, ദൂരശ്രവണമുണ്ട്, എല്ലാതരം സിദ്ധികളും ഭഗവാന്റേതാണ്. അതുകൊണ്ട് ഭഗവാന് പാഞ്ചാലിയുടെ വിളി കേൾക്കാൻ സാധിച്ചു. പാഞ്ചാലിയുടെ ഹൃദയത്തിലുള്ളത് ഭഗവാൻ അറിയാൻ സാധിച്ചു. ഭഗവാൻ അന്തർധാനം, വൈഹായസം മുതലായ സിദ്ധികളുണ്ട്. ഭഗവാൻ അവിടുന്ന് ദ്വാരകയിൽ നിന്ന് അന്തർധാനം ചെയ്തു. ഭഗവാൻ ആ ആകാശമാർഗത്തിലോ മറ്റേതോ മാർഗത്തിൽ ഈ കാട്ടിലേക്ക് ഭഗവാൻ ഓടി വരികയാണ്. വനവാസകൃച്ഛ്രത. എന്നിട്ട് എന്ത് ചെയ്തു? ആ പാഞ്ചാലിയുടെ അക്ഷയപാത്രത്തിനകത്ത് ഒരു ഭക്ഷണം ഉണ്ടാകുമെന്ന് ഭഗവാൻ പറഞ്ഞു. അവിടെ ഒരു ചീര ഇല അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. പാഞ്ചാലി ഭക്ഷണം കഴിച്ചാൽ ഒരു വറ്റ് പോലും ഒന്നും അതിൽ അവശേഷിക്കുകയില്ല എന്ന് ആ പാത്രത്തിൻ്റെ ഒരു നിയമമാണെങ്കിൽ പോലും ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അവിടെ ഒരു ചീര ഇലയായിട്ട് ഭഗവാൻ അവതരിച്ചു. ഭഗവാൻ തന്നെ അവതരിച്ചു. എന്നിട്ട് ആ ചീര ഇല ശാകാന്നശിഷ്ടം ഉപയുജ്യ യഥസ്തലോകീം തൃപ്താമംസ്ത സലിലെ വിനിമഗ്ന സംഘാൻ. കുളിക്കാൻ പോയിട്ടുള്ള ദുർവാസാവിനും ശിഷ്യന്മാർക്കും തനിയെ വയറ് നിറഞ്ഞു.
ഭക്ഷണം കഴിക്കാൻ ഒരു വറ്റ് പോലും ഇനി കയറുകയില്ല എന്ന അവസ്ഥ വന്നു. ഭഗവാൻ തൃപ്തനായപ്പോൾ 3 ലോകത്തിനും തൃപ്തി വന്നു എന്നാണ് അവിടെ വ്യാസൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ശാകാന്നം കൊണ്ട് ലോകത്തിനെ മുഴുവൻ വയറ് നിറക്കാൻ വേണ്ടിയുള്ള ഒരു സിദ്ധിയെ ഭഗവാൻ പ്രയോഗിച്ചത് തൻ്റെ ഭക്തന്മാരുടെ വലിയ ആപത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആപത്തിൽ സ്വന്തം ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചില സിദ്ധികളെ കാണിക്കുകയാണ്. ചില മഹാത്മാക്കൾ അങ്ങനെ കാണിക്കാറുണ്ട്. അവർ യോഗസിദ്ധികൾ പൊതുവെ പുറത്ത് പ്രദർശിപ്പിക്കുകയില്ല. പക്ഷേ ലോകഹിതത്തിന് വേണ്ടിയിട്ട്, സജ്ജനങ്ങളുടെ രക്ഷണത്തിന് വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ അവർ ചില അത്ഭുതകരമായ കാര്യങ്ങൾ കാണിച്ചിട്ട് അത് ആ കൃത്യം നിർവഹിക്കും. പിന്നീട് സാധാരണ മനുഷ്യരെ പോലെ പെരുമാറുകയും ചെയ്യും. ഭഗവാൻ ഇങ്ങനെയുള്ള അത്ഭുത കൃത്യങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ധാരാളം കാണിച്ചിട്ടുണ്ട്. അതാണ് ഭഗവാന്റെ ഗോവർദ്ധനോദ്ധാരണവും ഒക്കെ തന്നെ അതിന് ഉദാഹരണമാണ്. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഭഗവാൻ സാധാരണ ഒരു ഗോപബാലനായിട്ട് പെരുമാറി. സാധാരണ ഒരാളായിട്ട്, ഒരു ക്ഷത്രിയനായിട്ട് ഭഗവാൻ പാണ്ഡവന്മാരുടെ മുന്നിൽ പെരുമാറി. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം ഭഗവാൻ തൻ്റെ യോഗേശ്വരത്വത്തെ പുറത്ത് കാണിക്കുന്ന സന്ദർഭമുണ്ടായി. അത് ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു എന്നാണ് കുന്തിയുടെ വാക്കിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മൃധേ അനേക മഹാരഥാസ്ത്രത. മൃധേ എന്ന് വെച്ചാൽ യുദ്ധത്തിൽ. മൃധേ വീണ്ടും വീണ്ടും പല യുദ്ധങ്ങളിൽ എന്നർത്ഥം. ആ യുദ്ധങ്ങളിലൊക്കെ തന്നെ മഹാരഥന്മാരായ വിവിധ ആളുകൾ ഏത അസ്ത്രങ്ങൾ, ആഗ്നേയാസ്ത്രം, ബ്രഹ്മാസ്ത്രം, അതുപോലെ പർജന്യാസ്ത്രം, ഐന്ദ്രാസ്ത്രം, ഇങ്ങനെയുള്ള നിരവധി ദിവ്യമായ അസ്ത്രങ്ങൾ ഏറ്റ് തൻ്റെ മക്കൾ മരിക്കാതിരുന്നത്. ദ്രോണപർവ്വത്തിൽ അവസാനം ദ്രോണര് കൊല്ലപ്പെട്ട സമയത്ത് അശ്വത്ഥമാവ് നാരായണാസ്ത്രം പ്രയോഗിച്ചു. നാരായണാസ്ത്രത്തെ ആർക്കും തടുക്കാൻ സാധിക്കുകയില്ല. ഭഗവാൻ പറഞ്ഞു, ഇതാ നാരായണാസ്ത്രത്തെ എല്ലാവരും നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. നാരായണാസ്ത്രത്തെ പ്രതിരോധിക്കാനുള്ള വഴി അതിനെ നമസ്കരിക്കലാണ്. എല്ലാവരും നമസ്കരിച്ചപ്പോൾ നാരായണാസ്ത്രം അടങ്ങി. പക്ഷേ ഭീമൻ നമസ്കരിച്ചില്ല. ഭീമന്റെ കാല് പിടിച്ച് താഴെ വീഴ്ത്തുകയാണ് ചെയ്തത്. അത് നമസ്കാരമായിട്ട് മാറി. ഭഗവാൻ അതും ക്ഷമിച്ചു. ഭീമനും ഭക്തനാണ്. ഭീമൻ മനസ്സുകൊണ്ട് നമസ്കരിച്ചല്ല എങ്കിൽ പോലും താൻ ആരുടെ മുന്നിലും എന്തിൻ്റെ മുന്നിലും തോൽക്കുകയില്ല എന്ന് തീരുമാനിച്ച ഭീമനെ തൽക്കാലത്തേക്ക് ഒരു പ്രയോഗം അർജുനൻ ചെയ്യേണ്ടി വന്നു. തള്ളി താഴെയിട്ട് നമസ്കരിപ്പിച്ചപ്പോൾ ഭഗവാൻ വിചാരിച്ചു, നമ്മുടെ ഭീമനല്ലേ, എൻ്റെ ഭക്തനല്ലേ, ധർമ്മം ചെയ്യുന്നവനല്ലേ, അല്പം ശൗര്യവും സാഹസവും ഒക്കെ ഉണ്ടെങ്കിലും അവനും എൻ്റെ ആളാണല്ലോ, അവനെ ഞാൻ രക്ഷിക്കേണ്ടതല്ലേ എന്ന് ചിന്തിച്ച് ഭീമനടക്കമുള്ള പാണ്ഡവന്മാരെയും പാണ്ഡവ സൈന്യത്തെയും നാരായണാസ്ത്രത്തിൻ്റെ ആ പ്രഭാവത്തിൽ നിന്നും ഭഗവാനാണ് രക്ഷിച്ചത്. നിരവധി അസ്ത്രങ്ങളിൽ നിന്ന് ഭഗവാൻ പാണ്ഡവന്മാരെ രക്ഷിച്ചു. യുദ്ധാവസാനത്തിൽ അർജുനന്റെ തേരിൽ നിന്നും പാർത്ഥസാരഥിയായ ഭഗവാൻ താഴേക്ക് ഇറങ്ങിയ സന്ദർഭത്തിൽ എല്ലാവരും ഇറങ്ങിപ്പോയ ശേഷമാണ് ഭഗവാൻ ഇറങ്ങിയത്. ആ അർജുനന്റെ രഥം അഗ്നിക്കിരയാവുകയും ചെയ്തു എന്ന് മഹാഭാരതം പറയുന്നു. അത്ഭുതപ്പെട്ട പാണ്ഡവന്മാരോട് ഭഗവാൻ പറഞ്ഞു, ഈ രഥം മുമ്പേ ഭസ്മമായി തീരേണ്ടതായിരുന്നു, എൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അത് കത്തി വെണ്ണീരാകാതിരുന്നത്. അപ്പോൾ ആ രഥം തകരുന്ന സമയത്ത് രഥത്തിലുള്ള ആളുകളും ഭസ്മമാകേണ്ടതാണല്ലോ. അല്ലെങ്കിൽ രഥം തകർന്നാൽ യുദ്ധത്തിൽ താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരാജയം അർജുനനുണ്ടാകുമായിരുന്നു. മറ്റൊരു രഥത്തെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരുന്നു. ആ സമയത്തുണ്ടാകുന്ന ഒരു വ്യാകുലത അതുപോലും ഭഗവാൻ അർജുനന് യുദ്ധത്തിൽ ഉണ്ടാക്കിയില്ല. അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമായിരുന്നു. അപ്പം മഹാരഥന്മാരുടെ അസ്ത്രങ്ങളിൽ നിന്നും തൻ്റെ മക്കളെ രക്ഷിച്ച ആളുമാണ് ഭഗവാൻ. യുദ്ധം കഴിഞ്ഞു എന്ന് കരുതിയ സമയത്താണ് അശ്വത്ഥമാവ് പുതിയൊരു രീതിയിൽ ബ്രഹ്മശിരോസ്ത്രം കൊണ്ട് തൻ്റെ മക്കളെ കൊല്ലാൻ ശ്രമിച്ചത്. മക്കളെ മാത്രമല്ല, മക്കളുടെ മകൻ്റെ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോലും അശ്വത്ഥമാവ് പ്രയത്നിച്ചു. ദ്രൗണ്യസ്ത്രവശ്ചാപേ ദ്രൗണ്യസ്ത്രത. ദ്രൗണിയുടെ അശ്വത്ഥമാവിൻ്റെ അസ്ത്രത്തിൽ നിന്നും ഭഗവാൻ, അല്ലോ ഹരേ, എല്ലാറ്റിനെയും ഹരിക്കുന്നവനെ, പാപത്തെ ഹരിക്കുന്നവനെ, അഭിരക്ഷിതാഹ ആസ്മ, ഞങ്ങളിതാ അങ്ങയാൽ വളരെ നല്ല രീതിയിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞത് ശരിയാണ്. പല സന്ദർഭങ്ങളിൽ ഭഗവാൻ തന്നെയും തൻ്റെ മക്കളെയും രക്ഷിച്ചിട്ടുണ്ട്. ദേവകീ ദേവിയോട് കാണിച്ചതിനേക്കാൾ കാരുണ്യമാണ് ഭഗവാൻ കാണിച്ചത് എന്ന് കുന്തിദേവി ഇവിടെ പറയുകയാണ്. ഇതാണ് 24-ാമത്തെ ശ്ലോകത്തിൻ്റെ ഏകദേശ സാരം. അതിനുശേഷം ഒരു ശ്ലോകം, നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള ഭാഗവത ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത ഒരു ശ്ലോകം പഴയ ചില ഭാഗവതത്തിൻ്റെ കൃതികളിൽ കാണാൻ സാധിക്കും. സുയോധന നിസൃഷ്ടോ നശാപായ അമർഷണോ മുനി പത്രേശ്ചാതൃപ്യത സഹ ത്രിലോകൈശ്ചരതാം വനേ. അത് ഞാൻ ഈ പറഞ്ഞ ദുർവാസാവിൻ്റെ കഥയാണ്. ദുർവാസാവ് വന്നതിൻ്റെ കഥയാണ്. ദുര്യോധന നിസൃഷ്ട, ദുര്യോധനാൽ
പറഞ്ഞേക്കപ്പെട്ടവനായ, ശാപത്തിനായിക്കൊണ്ട് പറഞ്ഞേക്കപ്പെട്ടവനായ അമർഷണഹ മുനി, അതിക്രോധമുള്ളവനായ മുനി അവിടെ വന്ന സമയത്ത് എന്ത് ചെയ്തു? പത്രൈഹി ച അതൃപ്യത സഹ, പത്രൈഹി സഹ, ഇലകളെ കൊണ്ട്, ചീര ഇലകളെ കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? തൃപ്തിപ്പെട്ടപ്പോൾ, ലോകൈഹി അതൃപ്യത, 3 ലോകങ്ങളും തൃപ്തിപ്പെടുകയും അങ്ങനെ ശാപത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു എന്ന കാര്യം ഒരു ശ്ലോകത്തിൽ അവിടെ പറയുന്നുണ്ട്. പക്ഷെ അത് പ്രക്ഷിപ്തമാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് അത് ആധുനികമായിട്ടുള്ള ഭാഗവത പാഠങ്ങളിൽ ആ ശ്ലോകം ഇന്ന് കാണുകയും ചെയ്യുന്നില്ല. എന്തായാലും ആ ശ്ലോകം ഞാനൊരു സാന്ദർഭികമായിട്ട് ഇവിടെ ഉദ്ധരിച്ചു എന്ന് മാത്രം. പഴയ ചില ഭാഗവത പാഠങ്ങളിൽ ആ ശ്ലോകവും കാണാൻ സാധിക്കും. അങ്ങനെ 24-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 25-ാമത്തെ ശ്ലോകത്തിൽ കുന്തിദേവിയുടെ ഒരു പ്രാർത്ഥനയാണ്. കുന്തിദേവി ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. പറഞ്ഞതൊക്കെ എന്താണ്? തന്നെ ഭഗവാൻ പ്രാർത്ഥിക്കാതെ തന്നെ രക്ഷിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചപ്പോഴും വിളിച്ചപ്പോഴൊക്കെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞുപോയ കാര്യം പറയുന്നു. ഇനി അങ്ങോട്ട് എന്താണ് ഭഗവാൻ തനിക്ക് ചെയ്തു തരേണ്ടത് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. ആ ശ്ലോകമാണ് 25-ാമത് പറയുന്നത്. വ്യപതസ്സന്തു ശശ്വത്തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാദ പുനർഭവദർശനം. കുന്തിദേവിയുടെ ഈ പ്രാർത്ഥന വളരെ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയാണ്. ഇതിൽ ഒരു തരത്തിലുമുള്ള സ്വാർത്ഥമില്ലാത്ത പ്രാർത്ഥനയാണ്, നിസ്വാർത്ഥമായ പ്രാർത്ഥനയാണ്. എന്താണ് കുന്തിദേവി പറയുന്നത്? ശശ്വത് തത്ര തത്ര ജഗദ്ഗുരോ നഹ വിപദഃ സന്തു യത് അപുനർഭവദർശനം ഭവതഃ ദർശനം സ്യാത്. വളരെ ലളിതമായ ഒരു ശ്ലോകമാണെങ്കിൽ പോലും അതിൻ്റെ അർത്ഥവ്യാപ്തി എടുക്കുന്ന സമയത്ത് അതിമനോഹരമായിട്ടുള്ള ഭക്തിശാസ്ത്രത്തിൻ്റെ ഒരു ഏകദേശ രൂപം, എന്താണ് യഥാർത്ഥ ഭഗവത് ഭക്തി എന്ന കാര്യം ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുന്തിദേവി പറയുന്നു, ശശ്വത് എപ്പോഴും, തത്ര തത്ര നഹ വ്യപതഃ സന്തു, ഹേ ജഗദ്ഗുരു, ജഗത്തിൻ്റെ ഗുരുവായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, ശശ്വത് എപ്പോഴും, തത്ര തത്ര അവിടെ അവിടെ എന്നാണ് ഇതിൻ്റെ സാധാരണ വാച്യാർത്ഥമെങ്കിലും അവിടെ നമ്മൾ എടുക്കേണ്ട അർത്ഥം എന്താണ്? സാംസാരിക വ്യാപാരേഷു, അതാത് സമയങ്ങളിൽ ഈ ലോകത്തിൽ പലതരത്തിലുള്ള വ്യാപാരങ്ങൾ, പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിനിടയിൽ നഹ വിപദഃ സന്തു, ഞങ്ങൾക്ക് വിപത്തുകൾ ഉണ്ടായിക്കൊള്ളട്ടെ. ഞങ്ങൾക്കെന്ന് വെച്ചാൽ എനിക്കും എൻ്റെ മക്കൾക്കും ആപത്തുകൾ വന്നുകൊള്ളട്ടെ. ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കും? എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും ആപത്തുകൾ വന്നുകൊള്ളട്ടെ. ഹേ ജഗത് പ്രഭോ, ജഗദ്ഗുരോ, ജീവിതത്തിൽ പല പല പ്രവർത്തികൾ ചെയ്യുന്നതിനിടയിൽ പലപ്പോഴും ആപത്തുകൾ സാധാരണ വരാറുണ്ട്, വന്നുകൊള്ളട്ടെ. ആ ആപത്തുകളൊന്നും ഞാൻ തടയാൻ ശ്രമിക്കുന്നില്ല, ആ ആപത്തുകളൊന്നിലും അതിലൊന്നും ഞാൻ ദുഃഖിക്കുന്നില്ല, അതിലൊന്നും ഒരു തരത്തിലും ഭഗവാൻ ഇടപെട്ട് അല്ലെങ്കിൽ ഇനി ആപത്തില്ലാതെ ദുഃഖമില്ലാത്ത ഒരു കാലം വരും എന്നൊന്നും പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കേണ്ടതില്ല. എനിക്ക് ആപത്ത് വന്നുകൊള്ളട്ടെ, അതിലാണ് എനിക്ക് കൂടുതൽ സംതൃപ്തി ഉണ്ടാവുക. എന്തുകൊണ്ടാണത്? കാരണം പറയുന്നുണ്ട്. അതിനുള്ള കാരണം ഭഗവാനോടുള്ള പരമപ്രേമം ഈ ആപദ്ഗണങ്ങളിൽ നിന്നും ഈ ദുഃഖങ്ങളിൽ നിന്നും എത്രയോ വലുതാണ്. ഭഗവാനെ കാണാൻ സാധിക്കുക എന്ന് പറയുന്ന പരമമായ ഭാഗ്യം. അപ്പോൾ ഭഗവാനെ കാണാനുള്ള പരമഭാഗ്യം, പരമമായ ആ ഒരു അവസരം എപ്പോഴാണ് ഉണ്ടാവുക? യത് അപുനർഭവ ദർശനം ഭവതഃ ദർശനം സ്യാത്, ഭഗവാന്റെ ദർശനം സംഭവിക്കുമെങ്കിൽ എന്നാണ്. അതിനൊരു ക്ലോസ് ഉണ്ട്, അതിനൊരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ആപത്തുകൾ എനിക്ക് വന്നുകൊള്ളട്ടെ. എന്തുകൊണ്ടാണ് ആപത്തുകളെ സ്വാഗതം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആപത്തുകളിൽ എനിക്ക് ഭഗവാന്റെ ദർശനം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. ആപത്തുകൾ വരുമ്പോഴാണ്, ദുർവാസാവ് ആപത്തായിട്ട് വന്നപ്പോൾ അവിടെ ഭഗവാൻ ഓടി വന്നു. പാഞ്ചാലിയുടെ പൂഞ്ചേല അഴിച്ചു മാറ്റാൻ ശ്രമിച്ച സമയത്ത് ഭഗവാൻ അവിടെ ധർമ്മസ്വരൂപനായിട്ട് അവിടെ വന്നു. മഹാത്മാക്കളായ ആളുകൾ വലിയ വലിയ അസ്ത്രങ്ങൾ ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഭഗവാൻ അതാത് സന്ദർഭങ്ങളിൽ ഇടപെട്ടു. ദ്രൗണി ഈ അശ്വത്ഥമാവ് അസ്ത്രം ചെയ്ത സമയത്ത് ഭഗവാൻ അവിടെ തൻ്റെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഉത്തരാഗർഭത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തൻ്റെ ആ യോഗശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ഉത്തരാഗർഭത്തിൽ പ്രവേശിച്ച് ആ മൃതനായ ശിശുവിനെ ജീവിപ്പിച്ചു. ആ സമയത്ത് ഭഗവാൻ അവിടെ യാദൃച്ഛികമായിട്ട് അവിടെ ഭഗവാൻ വന്നു ചേർന്നു. ഭഗവാൻ അവിടെ സാന്നിധ്യം ചെയ്തു. എന്തുകൊണ്ടാണ്?
അപകടം വരുമ്പോഴാണല്ലോ ഭഗവാൻ ഓടി വന്നതും ഭഗവാന്റെ ഈ വിഭൂതികളെ, ഭഗവാന്റെ ഈ അത്ഭുതകരമായ യോഗശക്തിയെ, സിദ്ധികളെ, ഐശ്വര്യത്തെ, ഈശ്വര സ്വഭാവത്തെ ഭഗവാൻ കാണിക്കുന്നത്. അല്ലാത്ത സമയത്ത് ഭഗവാൻ സാധാരണ ഒരു ഗോപബാലകനായിട്ടോ ഒരു യാദവ കുമാരനായിട്ടോ തൻ്റെ സഹോദരൻ്റെ മകനായിട്ടോ തൻ്റെ മക്കളുടെ കൂട്ടുകാരനായിട്ടോ തൻ്റെ മക്കളുടെ സൂതനായിട്ടോ ദൂതനായിട്ടോ ധർമ്മപുത്രരുടെ കാര്യനോ കാരണമർത്യൻ ധർമ്മദൈവമോ ദൂതനോ ഞാൻ അറിഞ്ഞില്ല. സന്മതിയാമർജുനന്റെ സഖിയോ സാരഥീതാനോ ചിന്മയൻ ഗുരുഭൂതനോ ഞാൻ അറിഞ്ഞില്ല എന്ന് രാമപുരത്തെ വാര്യ കൊണ്ട് പറയിപ്പിച്ചത്. ആ തൻ്റെ പ്രിയപ്പെട്ടവരായ പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട് എന്തെന്ത് ജോലികളാണ് ഭഗവാൻ ചെയ്യാതിരുന്നത്. അവരുടെ ഭൃത്യനായിട്ട് സേവ ചെയ്തു, അവരുടെ സാരഥിയായി, അവരുടെ ദൂതനായി, അവരുടെ ഗുരുവായിട്ടും ചിലപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഗീതോപദേശം നൽകി അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുത്തു. അങ്ങനെയുള്ള കാരുണ്യം കാണിക്കാൻ വേണ്ടി ഭഗവാൻ ആയുധം താഴെ വെക്കുന്ന സമയത്ത് അർജുനൻ വിഷാദമറ്റ കിരീടി ധനുസ്സിൽ ഞാണൊലി മുഴക്കേണ്ട സമയത്ത് ആ ധനുസ് ഗണ്ഡീവം സ്രംസതേ ഹസ്താത്, ആ ഗണ്ഡീവം കയ്യിൽ നിന്ന് ഊർന്നു പോകുന്ന സന്ദർഭത്തിൽ ക്ലബ്യം മാസ്മകമപ്പാർത്ഥ നൈതത്വയി ഉപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തവ. അതും ഒരു വലിയ ആപത്താണ്. ഇത്ര വലിയ 18 അക്ഷോഹിണി സൈന്യങ്ങൾക്ക് മുന്നിൽ വെച്ച് ഇദ്ദേഹം അവശനായിട്ട് അവിടെ തേറിയിരിക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ വാക്കുകളെ കൊണ്ട് ആ അർജുനനെ വീണ്ടും അദ്ദേഹത്തിലെ വീര്യമുണർത്തി, ശൗര്യമുണർത്തി, കർമ്മ ബോധമുണ്ടാക്കി, യഥാർത്ഥ കർമ്മം എന്താണെന്ന് മനസ്സാക്കി കൊടുത്തു. എന്ത് ചെയ്തുകൂടാ, എന്ത് ചെയ്യണം എന്നുള്ള കർമാകർമ്മ വിവേകം അദ്ദേഹത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് യുദ്ധം ചെയ്യിക്കാൻ പ്രാപ്തനാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം ആപത്തുകൾ വന്നുകൊള്ളട്ടെ. അത് അർജുനന് അതൊരു അനുഗ്രഹമായി തീർന്നില്ലേ? ലോകത്തിന് മുഴുവൻ അത് അനുഗ്രഹമായി തീർന്നില്ലേ? ആ ഗീതോപദേശം ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നു. അർജുനന്റെ ആ ഒരു വിഷാദവും ആ സമയത്ത് ഭഗവാൻ അവിടെ തൻ്റെ ആ കർമ്മയോഗവും അർജുനന് പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഭഗവത്ഗീത എന്ന് പറയുന്ന ഭവൌഷധം ഈ ലോകത്തിന് കിട്ടുമായിരുന്നു. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഭഗവാന്റെ സാന്നിധ്യവും ഭഗവാന്റെ സഹായവും ഭക്തന്മാർക്കും ലോകത്തിനും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആപത്ത് വന്നുകൊള്ളട്ടെ, എന്താ അതുകൊണ്ട് പ്രയാസം? ആപത്തു ഭക്തിക്കുത കേടുമെങ്കിൽ സമ്പത്തതിൻ വിഘ്നവുമാവുമെങ്കിൽ തൻ പത്തുകൂപ്പുന്നൊരെനിക്കുമേലാൽ ആപത്തു തന്നാൽ മതിമാരുദേശൻ. ആപത്താണ് നമുക്ക് ഭക്തിക്ക് കാരണമാകുന്നതെങ്കിൽ, സമ്പത്ത് ഭക്തിക്ക് തടസ്സവുമാണെങ്കിൽ, അല്ലയോ ഗുരുവായൂരപ്പ എനിക്ക് ആപത്ത് തന്നാൽ മതി എന്നുള്ള പ്രാർത്ഥന. അപുനർഭവ ദർശനം, ഭഗവാന്റെ ആ ദർശനത്തിൻ്റെ സവിശേഷത എന്താണ്? ഭഗവാന്റെ ദർശനം അപുനർഭവ ദർശനം. പുനർഭവം എന്ന് വെച്ചാൽ പുനർജന്മം, അപുനർഭവം എന്ന് വെച്ചാൽ പുനർജന്മം ഇല്ലാത്തതായ അവസ്ഥ നൽകുന്ന ഒരു ദർശനമാണ്. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മമില്ല എന്നാണ് കുന്തിദേവി പറയുന്നത്. പുനർഭവം ഇല്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ മോക്ഷമാണ്. മോക്ഷം മുക്തി കിട്ടാത്ത ആളുകളൊക്കെ തന്നെ ഈ ശരീരം വിട്ട് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കും. അപ്പോൾ അത് പുനർജന്മമായിരിക്കും. ഭഗവാനെ കാണുന്നതോട് കൂടിയിട്ട് ഈ ജനന മരണങ്ങളുടെ ഈ ഒരു വ്യഥ, ഈ ഒരു സംസാര ചക്ര കഥനം അവസാനിക്കുകയാണ് എന്നാണ് കുന്തിദേവി പറയുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെയല്ല. കുന്തിദേവി അത് അതിശയകരമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ചില ആളുകൾ ഭഗവാനെ കണ്ട ശേഷവും പുനർജന്മം എടുത്തിട്ടുണ്ട്. ഭാഗവതം തന്നെ പറയുന്നു, മുചുകുന്ദൻ എന്ന ഇക്ഷ്വാകു വംശത്തിലെ രാജാവ് ഭഗവാനെ കണ്ടു. ദശമസ്കന്ധത്തിൽ കാണാം നമുക്ക് ആ കഥ. യവനൻ പിന്തുടർന്ന് വന്ന സമയത്ത് ഭഗവാൻ വന്ന് കുളിച്ച ഗുഹാമുഖത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മുചുകുന്ദ മഹാരാജാവ് ഭഗവാനെ ദർശിച്ചു, ഭഗവാനെ കണ്ടു, സ്തുതിച്ചു, ഭഗവാനെ ആശ്രയിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ജന്മന്യനന്തരേ രാജൻ സർവഭൂത സുഹൃത്തമഹ ഭൂത്വ ദ്വിജവരസ്ത്വം വൈ മാം ഉപേക്ഷ്യസി കേവലം. അല്ലയോ രാജാവേ, അടുത്ത ജന്മത്തെ ഇനിയൊരു ജന്മം കൂടി എടുത്ത് ആ ജന്മത്തിൽ അങ്ങ് ബ്രാഹ്മണനായിട്ട് ജനിച്ച് സർവഭൂത സുഹൃത്തായിട്ട് സർവ്വജീവജാലങ്ങളോടും സൗഹാർദ്ദം കാണിക്കുന്ന, കാരുണ്യം കാണിക്കുന്നവനായ സമദർശിയായ ഒരു മഹാബ്രാഹ്മണനായിട്ട് ജനിച്ച ശേഷം എന്നെ ഉപാസിച്ചിട്ട് കേവലനായിരിക്കുന്ന എന്നെ പ്രാപിച്ചോളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ മുചുകുന്ദ രാജാവിന് പിന്നെ ഒരു ബ്രാഹ്മണ ജന്മം കൂടി എടുക്കേണ്ടി വന്നു ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് എന്നാണ്. ഭരത ചക്രവർത്തി അങ്ങനെയാണ് 3 ജന്മങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഭഗവാനെ കണ്ടവരും ഭഗവാനെ അനുഭവിച്ചവരൊക്കെ തന്നെ പുനർജന്മം എടുത്തിട്ടൊക്കെ ഉണ്ട്. കാരണം അവരുടെ പ്രാരബ്ധ കർമ്മങ്ങൾ തീർന്നാലേ മോക്ഷം കൊടുക്കാൻ പറ്റുള്ളൂ.
പ്രാരബ്ധം തീർന്നിട്ടില്ല. ഏത് വ്യക്തിയും മുക്തനാകുന്നതോട് കൂടിയിട്ട് പ്രാരബ്ധം തീരുന്നില്ല. പ്രാരബ്ധകർമ്മങ്ങൾ ഒടുങ്ങുന്നത് അനുഭവിച്ചിട്ട് തന്നെ തീരും. അത് അനുഭവിക്കാനുള്ള ശക്തി ഭഗവാൻ കൊടുക്കും. അങ്ങനെ പ്രാരബ്ധകർമ്മം തീർന്നതിന് ശേഷമാണ് അവരൊക്കെ മുക്തി അടഞ്ഞത്. പക്ഷേ കുന്തിദേവി ഇവിടെ ഭഗവാനെ സ്തുതിക്കുന്ന സമയത്ത് ഒറ്റ നോട്ടത്തിൽ ഭഗവാന്റെ ദർശനം കൊണ്ട് തന്നെ മോക്ഷം സിദ്ധിക്കുമെന്ന് അതിശയകരമായിട്ട് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. നിരവധി ആളുകൾക്ക് അങ്ങനെ അനുഭവമായ ദർശനം കിട്ടിയിട്ടുണ്ട്. ഒറ്റ ദർശനം കൊണ്ട് ഭഗവാൻ മോക്ഷം കൊടുത്തവരുമുണ്ട്. കാരണം അവരുടെ പ്രാരബ്ധം അവസാനിക്കുന്ന ഘട്ടത്തിലായിരുന്നു അത്. ആ സമയം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കുന്തിദേവി പ്രാർത്ഥിക്കുകയാണ്, ഭഗവാന്റെ ആ അപൂർവമായ മോക്ഷദായകമായ ദർശനം കിട്ടുമെങ്കിൽ ആപത്തിനെ എന്തിനു നമ്മൾ വെറുക്കണം? ദുഃഖത്തെ എന്തിനു വെറുക്കണം? ദുഃഖത്തെ വെറുക്കേണ്ട കാര്യമില്ല. ദുഃഖവും സുഖവും ഭഗവാൻ തരുന്നതാണ് എന്ന് കരുതിയാൽ മതി. ത്രൈവർഗിക ആയാസം എന്ന് വൃത്തനാസുരൻ പറയും. ആ രീതിയിലുള്ള ആയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ പ്രസാദമായിട്ട് കരുതിയാൽ മതി എന്നാണ് കുന്തിദേവി ഇവിടെ പറയുന്നത്. അങ്ങനെ കുന്തിദേവിയുടെ ഒരു സവിശേഷമായ പ്രാർത്ഥന നമുക്ക് ഏവർക്കും മാതൃകയായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള ഒരു ഭാവമാണ്, ഒരു വാക്യമാണ് കുന്തിദേവി ഇവിടെ പറയുന്നത്. 26ാമത്തെ ശ്ലോകം നോക്കുക. ജന്മൈശ്വര്യശ്രുതശ്രീഭിരേധമാനമതഃ പുമാൻ നൈവാർഹത്യഭിധാതും വൈ ത്വാമകിഞ്ചന ഗോചരം. ജന്മൈശ്വര്യശ്രുതശ്രീഭിഃ ഏധമാനമതഃ പുമാൻ അകിഞ്ചന ഗോചരം ത്വാം അഭിധാതും വൈ ന ഏവ അർഹതി. ഭക്തിയുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക ജീവിതവും ആധ്യാത്മിക ദർശനവുമായി ബന്ധപ്പെട്ട വളരെ ശ്രേഷ്ഠമായ പ്രധാനമായ ഒരു ആശയത്തെയാണ്, ഒരു സിദ്ധാന്തത്തെയാണ് കുന്തിദേവി ഇവിടെ പറയുന്നത്. കുന്തിദേവി ഇവിടെ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ജന്മ ഐശ്വര്യ ശ്രുത ശ്രീഭിഹി. ജന്മം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആഭിജാത്യമാണ്. ജനനം കൊണ്ടുണ്ടാകുന്ന ശ്രേഷ്ഠത. ചുണ്ടിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിക്കുക എന്നൊക്കെ പറയും. ഗർഭേശ്വരത്വം എന്ന് പറയും സംസ്കൃത ഭാഷയിൽ. ജന്മനാ തന്നെ ഐശ്വര്യം, ജന്മനാ തന്നെ നല്ല കുടുംബത്തിൽ അഭിജാതനായിട്ടിരിക്കുക, ആഭിജാത്യമുള്ള ഉയർന്ന കുലത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ്. നമ്മൾ വിചാരിക്കുക അങ്ങനെ വലിയ കുടുംബത്തിൽ ജനിച്ചവർക്കൊക്കെ വലിയ ഭാഗ്യമുണ്ടായി, അവരെ പ്രത്യേകം ഭഗവാൻ അനുഗ്രഹിക്കും, അവർക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. അല്ല എന്നാണ് കുന്തിദേവി ഇവിടെ പറയുന്നത്. ഐശ്വര്യം ഈശ്വരന്റെ ഭാവമാണ്. ഐശ്വര്യം, ഈശ്വരൻ എന്ന് വെച്ചാൽ എല്ലാറ്റിലും ആധിപത്യമുള്ളവൻ ഉള്ള അവസ്ഥയാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. ഈശ്വരസ്യ ഭാവ ഐശ്വര്യം. ധനം എന്നുള്ളത് അതിൻ്റെ വേറൊരു അർത്ഥം ആയിട്ട് എടുക്കാന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ധനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഇവിടെ ശ്രീ എന്നുള്ളൊരു ശബ്ദം വേറെ ചേർത്തിട്ടുണ്ട്. ജന്മം, ഐശ്വര്യം, ശ്രുതം, ശ്രീഹി. 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീഹി എന്ന് പറയുന്നത് എന്താണ്? ധനമാണ്, സമ്പത്താണ്. ഐശ്വര്യം എന്ന് പറയുന്നത് എല്ലാറ്റിനും മേലെ ആധിപത്യം, ഉന്നതമായ പദവികളിൽ ഇരിക്കുക, എല്ലാറ്റിനും മേലെ ഇരിക്കുക, എല്ലാറ്റിനെയും നിയന്താവായിട്ടിരിക്കുക, രാജാവായിട്ടിരിക്കുക, എന്തിൻ്റെയും ഭരണകർത്താവായിട്ടിരിക്കുക, എല്ലാവരും നിയന്ത്രിക്കുന്നവനായിട്ട് തീരുക. അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഉന്നത കുലത്തിലുള്ള ജന്മം കൊണ്ടോ ആധിപത്യങ്ങൾ കൊണ്ടോ, ശ്രുതം ശാസ്ത്രജ്ഞാനം, ധാരാളം ഗ്രന്ഥങ്ങൾ പഠിച്ചു, വേദം മുതലായിട്ടുള്ള കാര്യങ്ങൾ, ശാസ്ത്രങ്ങൾ പഠിച്ചു, ഉപനിഷത്തുകൾ പഠിച്ചു, ആഗമങ്ങൾ പഠിച്ചു, സ്മൃതികൾ പഠിച്ചു, മറ്റ് തരത്തിലുള്ള ലൗകികമായ ശാസ്ത്രങ്ങൾ പഠിച്ചു, ഗണിതശാസ്ത്രം പഠിച്ചു, വ്യാകരണം പഠിച്ചു, ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു, സാങ്കേതിക വിജ്ഞാനമുണ്ട്. ഇതൊക്കെ ഉണ്ടായാൽ ഭഗവാൻ അനുഗ്രഹിക്കുമോ? ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് മാത്രം ഭഗവാൻ അനുഗ്രഹിക്കുകയില്ല. ശ്രുതം ശ്രീഭിഹി. ശ്രീ എന്ന് വെച്ചാൽ ഐശ്വര്യം. നമ്മൾ സാധാരണ പറയാറുള്ള ഐശ്വര്യം എന്ന അർത്ഥത്തിൽ പറയാം, ധനം എന്നർത്ഥം, സമ്പത്ത്. ഈ 4 കാര്യങ്ങളെ കൊണ്ട് ഏധമാന മതഃ, മതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നവനായിട്ട്, വർദ്ധിച്ച അഹങ്കാരത്തോട് കൂടിയവനായിട്ട്, പുമാൻ പുരുഷൻ, അങ്ങനെയുള്ളൊരു വ്യക്തി, അകിഞ്ചന ഗോചരം ത്വാം അഭിധാതും ന ഏവ അർഹതി. ഭഗവാനെ അഭിധാതും, അഭിധാനം എന്ന് വെച്ചാൽ പേര്, നാമം എന്നാണ് അർത്ഥം. ത്വാം അഭിധാതും ന അർഹതി എന്ന് വെച്ചാൽ അങ്ങയെക്കുറിച്ച് പറയാൻ പോലും അവർക്ക് അർഹത ഉണ്ടാവുകയില്ല എന്ന് വെച്ചാൽ ഈ 4 കേമത്വങ്ങൾ, ഈ 4 മഹാഭാഗ്യങ്ങൾ
അത് ഒരുപക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വന്നതായിരിക്കാം എന്നല്ലാതെ ഈ 4 കാര്യങ്ങളിലൂടെ അഹങ്കാരം വർദ്ധിച്ച ഒരാൾക്ക് ഭഗവാനെക്കുറിച്ച് പറയാൻ പോലും അർഹതയില്ല, യോഗ്യത ഉണ്ടാവുകയില്ല. ശ്രീകൃഷ്ണ ഗോവിന്ദേതി വക്തുമപി ന അധികാര എന്നാണ് ശ്രീധരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ശ്രീകൃഷ്ണ ഗോവിന്ദ എന്ന് ഉള്ള ഭഗവാന്റെ പേര്, ഭഗവാന്റെ നാമം ജപിക്കാൻ പോലും അവർക്ക് യോഗ്യത ഉണ്ടാവുകയില്ല. കാരണം ആഭിജാത്യം, ഐശ്വര്യം, ശാസ്ത്രജ്ഞാനം, ധനം, ഈ 4 കാര്യം ഉണ്ടായാൽ ഭഗവാൻ അനുഗ്രഹിക്കില്ല എന്നൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അംബരീഷ മഹാരാജാവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്, യുധിഷ്ഠിരനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ധനികന്മാരാണ്, ആഭിജാത്യം ഉള്ളവരാണ്, ശ്രുതമുള്ളവരാണ്. ഈ ഗുണങ്ങളൊക്കെ അവർക്കുണ്ട്. എന്നിട്ടും ഭഗവാൻ അനുഗ്രഹിച്ചു. എന്തുകൊണ്ട്? പക്ഷെ അവർ ഏധമാനമതന്മാരായിരുന്നില്ല. വർദ്ധിച്ചു വരുന്ന അഹങ്കാരത്തോടു കൂടിയവരല്ലാത്തത് കൊണ്ടാണ് ഭഗവാൻ അവരുടെ കൂടെ നിന്നതും അവരെ അനുഗ്രഹിച്ചതും. ഇതൊക്കെ ഉണ്ടായിട്ട് അതിൽ അഹങ്കരിക്കുന്ന ആളുകളെ ഭഗവാൻ അനുഗ്രഹിക്കുകയില്ല. അത്തരം ആളുകൾക്ക് ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യാനോ ഭഗവാന്റെ പേര് പറയാനോ ഭഗവാന്റെ കഥകൾ പറയാനോ ഉള്ള അധികാരമില്ല. അവർക്കതിന് യോഗ്യതയില്ല. അവരത് പറഞ്ഞാലും അതിന് ഫലം വേണ്ടത്ര കിട്ടുകയില്ല എന്നാണ് കുന്തി ദേവി ഇവിടെ പറയുന്നത്. അപ്പോൾ അവർക്ക് അഭിതാതും വൈ ത്വാം അകിഞ്ചനഗോചരം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഭഗവാൻ ഗോചരൻ ആണ്. അകിഞ്ചനഗോചരം ത്വാം അഭിധാതും വൈ ന ഏവ അർഹതി. അകിഞ്ചനഗോചരം എന്ന് വെച്ചാൽ അകിഞ്ചരന്മാർക്ക് ഗോചരനായിരിക്കുന്നവൻ. അകിഞ്ചരന്മാർ എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്തവർ, ധനമില്ലാത്തവർ, അല്ലെങ്കിൽ ധനത്തെ ഉപേക്ഷിച്ചവർ. ഭഗവാന് വേണ്ടി ധനത്തെ ഉപേക്ഷിച്ചവരെയും അകിഞ്ചരന്മാർ എന്ന് പറയും. ഭഗവാൻ അകിഞ്ചന പ്രാർത്ഥ്യതമഹ എന്ന് ഭാഗവതത്തിലൊരു സ്തുതിയിൽ പറയുന്നുണ്ട് ഭഗവാനെ കുറിച്ച്. അകിഞ്ചരന്മാരായിട്ടുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കേണ്ടതായ വസ്തുവാണ് ഭഗവാൻ. ആ അകിഞ്ചന്മാർക്ക് മാത്രം കാണുന്നവനായി ഭഗവാന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചവർക്കാണ് ഭഗവാൻ ദർശനം കൊടുക്കുന്നത്. അവരെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ധനികന്മാരോ? ഈ ധനികന്മാർ ഈ ധനവും യഥാർത്ഥ ധനമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാനാണ് പരമധനം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അവരെയും അനുഗ്രഹിക്കും. അതാണ്. അതുകൊണ്ടാണ് ഏധമാനമത എന്ന് ഒരു വ്യവസ്ഥ അവിടെ പറഞ്ഞിരിക്കുന്നത്. അഹങ്കാരം കൊണ്ട് ഭഗവാനെ ഭജിക്കാത്ത ആളുകൾക്ക്, അല്ല അഹങ്കാരം ഏറിയിരിക്കുന്നവർക്ക്, ഈ വക സൗകര്യങ്ങൾ, ജീവിത സൗഖ്യങ്ങൾ കിട്ടിയിട്ട്, അധികാരവും സ്ഥാനമാനങ്ങളും കിട്ടിയിട്ട് അഹങ്കരിക്കുന്ന ആളുകൾക്ക്, ഒന്നുമില്ലാത്തവർക്ക് മാത്രം കാണാൻ സാധിക്കുന്നവനായ ഭഗവാനെ ഭജിക്കാൻ യോഗ്യതയില്ല. അപ്പൊ അവിടെ ഒന്നുമില്ലാത്തവർ എന്ന് വെച്ചാൽ എല്ലാറ്റിനെയും ഉപേക്ഷിച്ചവരാണ്. ഈ ധനധാന്യ സമൃദ്ധി ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും ഭഗവാന്റെ മുന്നിൽ ഒന്നുമല്ല, എനിക്ക് ഭഗവാൻ മാത്രമേ ധനമായിട്ടുള്ളൂ, ഭഗവാനാണ് പരമധനം എന്ന് ചിന്തിക്കുന്നവൻ അകിഞ്ചനനാണ് എന്ന് പറയാം. അല്ലാത്തവര് ഒന്നുമില്ലാത്ത ആളുകൾ, സുദാമാവിനെ പോലെയുള്ള ആളുകൾ, ശ്രുതദേവനെ പോലെയുള്ള മഹാദരിദ്രന്മാരായിട്ടുള്ള ആളുകൾ, അവർക്ക് ധനമില്ലായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? കൃഷ്ണഭക്തി തന്നെയാണ് പരമധനം. കൃഷ്ണൈകഭക്തിയാ പൂർണ്ണാത്മഹ. കൃഷ്ണഭക്തി കൊണ്ട് തന്നെ താൻ പൂർണ്ണമായി തീർന്നു എന്നുള്ള ഒരു ചിന്തയോടുകൂടി നടന്ന ആ അകിഞ്ചനന്മാർക്ക് ഭഗവാനെ ദർശിക്കാനും ഭഗവാന്റെ അനുഗ്രഹം നേടാനും സാധിച്ചു. അല്ലാത്തവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഭഗവാൻ ഒന്നുമില്ലാത്തവരെ സഹായിക്കും. ഒന്നുമില്ലാത്തവർ ഭഗവാനെ സ്മരിക്കുന്നവരാണെങ്കിൽ അവരെ ഭഗവാൻ സഹായിക്കും. ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ, ദുഷ്ടബുദ്ധിയുള്ള ആളുകൾ, അഹങ്കാരികളായ ആളുകൾ, അവർക്ക് ധനമുണ്ടായിരിക്കും. ആ ധനം പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രതാപം കാണിക്കാൻ വേണ്ടിയിട്ട് അവര് വലിയ വലിയ വഴിപാടുകൾ ചെയ്യും. ശ്രീകോവിലിന് സ്വർണം പൂശാൻ സാധിക്കും. സ്വർണത്തിന്റെ താഴെക്കൂടം ഭഗവാൻ സമർപ്പിക്കും. ഭഗവാന് രത്നകിരീടം സമർപ്പിക്കും. ഇങ്ങനെയുള്ള ഇതൊക്കെ ഭഗവാൻ ചെയ്താൽ പോലും, അല്ലെങ്കിൽ വലിയ യാഗങ്ങളിൽ ആയുസൂയം, അശ്വമേധം മുതലായിട്ട് യാഗങ്ങളൊക്കെ ചെയ്യും. അവരുടെ ധനത്തിന്റെ ആ ഒരു വലിപ്പത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് അഹങ്കാരത്തോടു കൂടി ചെയ്യുമ്പോൾ ഭഗവാൻ അത് സ്വീകരിക്കുകയില്ല. ന ഭജിത് കുമനീഷിണം സൈജ്യം ഹരിരധന ആത്മധനപ്രിയോ രസജ്ഞ ശ്രുതധന കുലകർമ്മണം മതര്യേ വിദധതി പാപമകിഞ്ചനേഷു സത്സു എന്ന് നാരദ മഹർഷി 4-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. പ്രചേതസ്സുകൾക്ക് ഉപദേശം കൊടുക്കുന്ന സമയത്ത് നാരദ മഹർഷി പറയുന്നു,
നാം ഭജതി കുമനീഷിണം സ ഇജ്യാം. ദുർബുദ്ധികളായ ആളുകളുടെ യാഗത്തിന്റെ ആ ഫലത്തെ ഭഗവാൻ സ്വീകരിക്കുകയുമില്ല, ഭഗവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യില്ല. ദുർബുദ്ധികളെ ഭഗവാൻ അനുഗ്രഹിക്കുകയില്ല. എന്തുകൊണ്ട്? ആ ശ്രീഹരിയായിരിക്കുന്ന ഭഗവാൻ അധന ആത്മധനപ്രിയോ രസജ്ഞ. ധനമൊന്നുമില്ലാത്തവൻ സ്വയം ആത്മധനത്തിൽ സ്വയം തൃപ്തനായിട്ടുള്ളവൻ, ആത്മസ്വരൂപത്തെ ദർശിച്ചു. ഭഗവാനാകുന്ന ആത്മസ്വരൂപത്തെ, ആത്മാവിനെ ഹൃദയത്തിൽ വെച്ച് കൊണ്ട് നടക്കുന്നവരായ, അതിനെ ധ്യാനിക്കുന്നവരായ ആളുകളെ എന്ത് ചെയ്യും? ഭഗവാൻ അനുഗ്രഹിക്കും. അല്ലാത്തവരെ ഭഗവാൻ അനുഗ്രഹിക്കില്ല. ശ്രുതധന കുലകർമ്മണം മതൈഹി. ശാസ്ത്രജ്ഞാനം, ധനം, ആഭിജാത്യം, വലിയ വലിയ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതായ അഹങ്കാരത്തോടു കൂടിയിട്ട് അകിഞ്ചനേഷു സത്സു പാപം വിദധതി. ദരിദ്രനാരായണന്മാരായിട്ട് പാവപ്പെട്ടവരായ ആളുകളിൽ, സജ്ജനങ്ങളിൽ, ഭക്തന്മാരിൽ എന്ത് ചെയ്യുന്നു? പാപം വിദധതി, പാപത്തെ ചെയ്യുകയും ചെയ്യും. അവരെ ഉപദ്രവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ അവരുടെ യാഗത്തെ സ്വീകരിക്കുമോ? ഭഗവാൻ അവരുടെ വഴിപാടിനെ സ്വീകരിക്കുമോ? ഭഗവാൻ അവരുടെ പ്രാർത്ഥനയെ കേൾക്കുമോ? കേൾക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ദീനപരായണനാണ് ഭഗവാൻ, ആർത്തത്രാണപരായണനാണ് ഭഗവാൻ, ദീനബന്ധുവാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാന് ധനികന്മാരോട് വല്ല ദ്വേഷവുമുണ്ടോ? ഇല്ല. അങ്ങനെ ദ്വേഷം ഉണ്ടായിട്ടല്ല പറയുന്നത്. പക്ഷെ ഭഗവാന് തന്നെ ഭജിക്കുന്നവരായ ആളുകളുടെ അവരുടെ ധനത്തെയോ അവരുടെ ആഭിജാത്യത്തെയോ അവരുടെ അറിവിനെയോ അവരുടെ ഐശ്വര്യത്തെയോ ഒന്നും ഭഗവാൻ ഗൗനിക്കുന്നില്ല. അതിനല്ല പ്രാധാന്യം, അവരുടെ ശുദ്ധമായ അന്ധഃകരണത്തെയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. ശ്രിയമനുചരതിം തദർത്ഥിനശ്ചദ്വിപദപതീൻ വിബുധാം ചയത് സ്വപൂർണ്ണ നഭയതി നിജഭൃത്യവർഗതന്ത്ര കഥ മമമുദ്വിസൃജേൽ പുമാൻ കൃതജ്ഞ എന്നും നാരദ മഹർഷി അവിടെ തുടർന്ന് പറയുന്നുണ്ട്. ശ്രീയം അനുചരതിയും, ഭഗവാന്റെ കൂടെ എന്നും ഭഗവാനെ അനുഗമിക്കുന്നവളായ, ഭഗവാനെ സേവിക്കുന്നവളായ ആ ശ്രീ ലക്ഷ്മീദേവിയെയും ന ഭജതി, ഭഗവാൻ എന്നും കൂടെ ഇരിക്കില്ല ലക്ഷ്മീദേവിയുടെ കൂടെ. കാരണം ലക്ഷ്മീദേവിയുടെ ജോലി ചെയ്യാൻ വേണ്ടി പോകും, ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോകും. തദർത്ഥിനശ്ച, ആ ലക്ഷ്മീദേവി ഉപാസിക്കുന്നവരായ ലക്ഷ്മി ഭക്തന്മാരെയും ഭഗവാൻ കണക്കാക്കാറില്ല, ഗൗനിക്കാറില്ല. ദ്വിപദപതീൻ, മനുഷ്യരുടെ പതിയായിരിക്കുള്ള രാജാക്കന്മാർ, അവർ രാജാവല്ലേ എന്ന് കരുതിയിട്ട് ഭഗവാൻ അവരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കാറില്ല. വിബുധാം ച, തൻ്റെ സ്വന്തം ആളുകളാണെന്ന് കരുതിയിട്ട് ഭഗവാൻ ദേവന്മാരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കാറില്ല. അവർക്കും ജയപരാജയങ്ങളൊക്കെ വരാറുണ്ട്. ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമേ അവർക്ക് ജയമുണ്ടാകാറുള്ളൂ. അല്ലാത്തപ്പോൾ അവർക്ക് അസുരന്മാരിൽ നിന്നും പരാജയവും ദുഃഖവും സ്ഥാനഭ്രംശവും ഒക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സ്വപൂർണനായ, സ്വയം സമ്പൂർണനായിരിക്കുന്ന ഭഗവാൻ ന ഭജതി നിജഭൃത്യവർഗതന്ത്ര, തൻ്റെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന നിഷ്കളങ്കമായ യജനത്തെ, നിഷ്കളങ്കമായ ഭജനത്തെയാണ് ഭഗവാൻ സ്വീകരിക്കുന്നതും അനുഗ്രഹിക്കുന്നതും. അതും നാരദ മഹർഷി അവിടെ പറയുന്നുണ്ട്. അങ്ങനെ വരുന്നതുകൊണ്ട് ഭഗവാൻ ധനികന്മാരുടെ ശത്രുവാണെന്നോ, ഭഗവാന് ഈ വിഷമബുദ്ധി, സമമല്ലാത്ത ചില ആളുകളുടെ മാത്രമായ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടോ? ഇല്ല എന്ന് കുന്തിദേവി പിന്നീട് സമർത്ഥിക്കുന്നുണ്ട്. അടുത്ത വരികളിലൊക്കെ ആ കാര്യം പറയുന്നുണ്ട്. ഇവിടെ കുന്തിദേവി തുടർന്നും ഭഗവാന്റെ മഹത്വത്തെ പറയുന്നു. അടുത്ത 27ാമത്തെ ശ്ലോകത്തിൽ നമോ കിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമ. നമോ കിഞ്ചന വിത്തായ, നേരത്തെ പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടി ഇവിടെ പറഞ്ഞുറപ്പിക്കുകയാണ്. അകിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമ. അകിഞ്ചന വിത്തം, അകിഞ്ചനന്മാരുടെ വിത്തം, അകിഞ്ചനന്മാരുടെ ഒന്നുമില്ലാത്തവന്മാരുടെ ധനമായിരിക്കുന്ന, സർവസ്വവുമായിരിക്കുന്ന ഭഗവാനെ. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു അർത്ഥം എടുക്കാം, അകിഞ്ചനന്മാരാകുന്ന ധനത്തോട് കൂടിയവൻ. ഭഗവാന്റെ ധനമാണ്. ഭഗവാന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുന്നവരായ ഭക്തന്മാരെ സ്വന്തം ധനമായിട്ട് ഭഗവാൻ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ട് ഭഗവാൻ അകിഞ്ചന വിത്തനാകുന്നു. അകിഞ്ചനാഹ വിത്തം യസ്യ, അകിഞ്ചനന്മാരാകുന്ന ധനത്തോട് കൂടിയവൻ. മറ്റൊരർത്ഥം, എല്ലാം ഉപേക്ഷിച്ച് അകിഞ്ചനന്മാരായിട്ട് നടക്കുന്ന ആളുകളുടെ സർവസ്വമായിരിക്കും, ധനമായിരിക്കുന്ന ഭഗവാൻ. അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാനാണ് അവരുടെ ധനം. ഭഗവാന് ആരാണ് ധനം? തൻ്റെ ഭക്തന്മാരാണ് തൻ്റെ ധനം. രണ്ടുപേർക്കും അന്യോന്യം ഈ ഒരു സ്നേഹഭാവം ഉണ്ട് എന്നർത്ഥം.
ഭഗവാന് ഭക്തന്മാരെ കവിഞ്ഞ് മറ്റൊന്നുമില്ല, ഭക്തന്മാർക്ക് ഭഗവാനെ കവിഞ്ഞും മറ്റൊന്നില്ല. അങ്ങനെയുള്ള ഭഗവാനെയാണ് അകിഞ്ചന വിത്തം എന്ന് പറഞ്ഞിരിക്കുന്നത്. അകിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയെ, നിവൃത്തമായ ഗുണങ്ങളോടും വൃത്തിയോടും കൂടിയവൻ. ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. വൃത്തികൾ നമ്മുടെ മനസ്സിൻ്റെ പലതരത്തിലുള്ള ചിന്തകൾ, പലതരത്തിലുള്ള വാസനയുണ്ട കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രേരണയുണ്ടാക്കുന്നതായ ചിന്തകൾ. ഈ ഗുണങ്ങളിൽ നിന്നാണ് വൃത്തി ഉണ്ടാകുന്നത്. ഗുണങ്ങളും ഭഗവാനെ ബാധിക്കുന്നില്ല, വൃത്തികളും ഭഗവാനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഗുണങ്ങളും വൃത്തികളും നിവൃത്തി അടഞ്ഞ, അതായത് അതൊക്കെ തന്നെ നിവാരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ ഉള്ളിൽ ഈ ത്രിഗുണങ്ങളില്ല, പലതരത്തിലുള്ള വൃത്തികളും ചിത്തവൃത്തികളുമില്ല. അതിലൊക്കെ ഭഗവാൻ അറിവ് ജ്ഞാനം കൊണ്ട് ദൂരീകരിച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ട് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു കർമ്മത്തിലും ഭഗവാന് ബന്ധനമുണ്ടാകുന്നില്ല, ഭഗവാന് കർമ്മഫല തൃഷ്ണയും ഉണ്ടാകുന്നില്ല എന്നർത്ഥം. ആത്മാരാമനാണ് ഭഗവാൻ. തന്നിൽ തന്നെ, ആത്മാവിൽ തന്നെ, സ്വന്തം ഉള്ളിൽ തന്നെ അഭിരമിക്കുന്നവനാണ്, സ്വസ്വരൂപത്തിൽ തന്നെ ആനന്ദിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ ആത്മാരാമനാണ്. ആത്മാരാമനായ ഭഗവാനായിക്കൊണ്ട് ശാന്തായ, എല്ലാം ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള കൽമഷങ്ങളെയും അടക്കി ഇരിക്കുന്ന, എല്ലാതരം ചിന്തകളെയും ലയിപ്പിച്ചിരിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ ശാന്തനാണ്, ശമം വന്നവനാണ്. കൈവല്യ പതയെ, കൈവല്യത്തിന് പതിയായിരിക്കുന്നവൻ, മോക്ഷത്തെയും നൽകുന്നത് ഭഗവാനായതുകൊണ്ട് ഭഗവാന്റെ അധികാരമാണ് മോക്ഷത്തിലുള്ളത്. അതുകൊണ്ട് ഭഗവാൻ കൈവല്യപതിയാണ്. അങ്ങനെയുള്ള അകിഞ്ചന വിത്തനായിരിക്കുന്ന ഗുണവൃത്തികളൊക്കെ തന്നെ നിവൃത്തി അടഞ്ഞിരിക്കുന്നവനും ആത്മാരാമനും ശാന്തനും കൈവല്യപതിയുമായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് കുന്തിദേവി പറയുന്നു. തുടർന്നും കുന്തിദേവിയുടെ അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ മാഹാത്മ്യത്തെ പറയുന്നതായ വാക്യങ്ങളെ നമുക്ക് ഇനിയും ശ്രവിക്കാം അടുത്ത വീഡിയോയിൽ. കൃഷ്ണരാമ മുകുന്ദ മാധവ വാസുദേവ ജഗത്പതേ മത്സ്യകച്ഛപ നാരസിംഹ വരാഹ വാമന പാഹി മാം. ദേവദാനവ നാരദാദി മുനീന്ദ്രവന്ദ്യദയാനിധേ ദേവകീസുത ദേഹി മേ തവ പാദഭക്തിമചഞ്ചലാം. ശ്രീകൃഷ്ണശരണം മമ, ശ്രീകൃഷ്ണശരണം മമ, ശ്രീകൃഷ്ണശരണം മമ.